ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചൂര മീൻ വറുത്തരച്ച് വെക്കുന്ന ഒരു കറിയുമായിട്ടാണ്. അതിനായിട്ട് ഞാൻ മീൻ ഇതാ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് അരമുറി തേങ്ങയാണ്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വറുത്ത മല്ലിപ്പൊടി ആയതുകൊണ്ട് ലാസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ മിക്സ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് ചതച്ചതും, പിന്നെ ഒരു കഷ്ണം സവോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, പിന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. വെച്ചിട്ട് പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് പാൻ ചൂടായി വരട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത്രയും വെളിച്ചെണ്ണ ഒഴിക്കാം. ലേശം ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വാടി വരട്ടെ. നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. അരപ്പ് ലേശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കുടംപുളിയാണ്. ഒരു 4 കഷ്ണം ഉണ്ടാവും. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഒരു 4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു തിള വരുന്നവരെ നമുക്കിതൊന്ന് അടച്ചെടുക്കാം. ഇതും തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇടാം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കുറച്ചും കൂടി വറ്റി വരാനുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കിയിട്ട്, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ആവട്ടെ. ഈ സമയത്ത് പുളി നല്ലപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കുടംപുളി എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ അധികം നേരം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പുളി കൂടുതലാവാൻ സാധ്യതയുണ്ട്. അപ്പം പാകത്തിന് നോക്കിയിട്ട് പുളി കറിക്ക് ആവശ്യാനുസരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പുളി എടുത്തിട്ട്
മാറ്റാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ കറിക്ക് ഒരു നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ വറുത്തരച്ച അടിപൊളി ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.